ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. 26-ാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഇനി വെറും 4 നാൾ അല്ലേ? അത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടമാണ് 26-ഓടുകൂടി കഴിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടവും കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ദേശീയ തലത്തിലും കേരളത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരു കുതിപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയപ്പോൾ. ഇപ്പോൾ പ്രധാനമന്ത്രിയെ നോക്കിയാൽ തന്നെ അറിയാം, ആ കുതിപ്പൊക്കെ മാറി ഏതാണ്ട് കിതപ്പായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നേരത്തെ കണ്ടിരുന്ന ആ ഒരു പ്രസരിപ്പും ആ ഒരു ഉത്സാഹവും കുറഞ്ഞതുപോലെ തോന്നുന്നു. BJPക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും എങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൾ ഒപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ശ്രീ ചിദംബരം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പലരും ഉണ്ടായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നു. BJPക്ക് ഭൂരിപക്ഷം കിട്ടി ഭരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പറഞ്ഞു 520-25 സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ BJP 400-370 സീറ്റ് അവകാശപ്പെടുമ്പോൾ അവരെത്ര സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നു? ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് 280-300 ഇടയ്ക്ക് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ കഴിഞ്ഞ 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉറച്ച നിലപാടാണ് കോൺഗ്രസ് സീറ്റുകൾ ഈ മത്സരത്തിൽ കുറയാൻ കാരണം. മുമ്പ് 1-2 പത്രസമ്മേളനങ്ങൾ നമ്മൾ തമ്മിൽ തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതിനെ വിലയിരുത്തിക്കൊണ്ടാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യ സഖ്യം തന്നെ രൂപം കൊണ്ടിട്ടുള്ളത്. 37% വോട്ട് വാങ്ങിയാണ് 303 സീറ്റുകളോടുകൂടി BJP അധികാരത്തിൽ വന്നത്. 63% വോട്ടുകൾ മതേതര ജനാധിപത്യ കക്ഷികൾക്കാണ് കിട്ടിയത്. മതേതര ജനാധിപത്യ കക്ഷികൾ അവരുടെ ശൈഥില്യം കൊണ്ടോ അനൈക്യം കൊണ്ടോ ആണ് BJPക്ക് 303 സീറ്റ് കിട്ടിയതെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഭൂരിപക്ഷം മതേതര ജനാധിപത്യ കക്ഷികൾക്കായിരുന്നു. ഇനി 10 കൊല്ലം ഭരിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ തകർത്തു, ഇന്ത്യയുടെ ഐക്യത്തെ തകർത്തു, ഇന്ത്യൻ ജനതയുടെ നട്ടെല്ലൊടിച്ചു, സമ്പദ്ഘടനയെ തകർത്തു, രാജ്യം അപകടത്തിലേക്ക് നീങ്ങുന്നത് കൊണ്ട് എന്ത് വില കൊടുത്തും മോദി ഭരണം 3-ാം തവണ അധികാരത്തിൽ വരുന്നത് തടയണം എന്നുള്ള ഒരു ഉറച്ച നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും മറ്റ് ഇന്ത്യ സഖ്യത്തിലെ മതേതര ജനാധിപത്യ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. തുടക്കത്തിലുള്ള കാര്യം നമ്മളെല്ലാവരും നേരത്തെ അറിയുന്നതാണ്. പ്രലോഭനങ്ങൾ നടത്തി, പ്രതികാര നടപടികൾ കൊണ്ട് EDയെ, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നിതീഷ് കുമാർ തൊട്ട് നിരവധി കക്ഷികളെ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടും ഇന്നും 28 കക്ഷികൾ ഒരുമിച്ച് മത്സരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. ഇന്ത്യ സഖ്യത്തിൽ ചേരാത്ത മമതാ ബാനർജി പോലും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ രാംലീല ഗ്രൗണ്ടിൽ നടന്ന ആ പ്രകടനത്തിൻ്റെ അതേ ദിവസം കൽക്കട്ടയിൽ നടന്ന പ്രകടനത്തിൽ അവർ മോഡിയെ വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് 200 സീറ്റ് കടക്കാൻ കഴിയുമോ എന്നാണ് മമതാ ബാനർജിയുടെ വെല്ലുവിളി. ആ വെല്ലുവിളി ഒരു BJP നേതാവും ഏറ്റെടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി 2 തവണ കണക്ക് പറഞ്ഞു.
വീണ്ടും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യു പിയിൽ പോയപ്പോഴും പറഞ്ഞത് 100-180 സീറ്റുകൾക്കപ്പുറം നിങ്ങൾക്ക് കടക്കാൻ കഴിയുമോ? ഇതിനൊന്നും ബി ജെ പിയോ എൻ ഡി എയിലെ മറ്റ് കക്ഷികൾ, എൻ ഡി എ കക്ഷികളെല്ലാം നിശബ്ദരാണ്, ആരും മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് മോദി ആ കുതിപ്പോടുകൂടി തുടങ്ങിയത് ഇപ്പോൾ കിതയ്ക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്കാണ്. പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിത്രം നോക്കുമ്പോൾ പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ യു ഡി എഫ് ഞങ്ങൾ മോഡിയുടെ ദുർഭരണത്തിനെതിരെ, വിലക്കയറ്റത്തിനെതിരെ, മോദി കൊണ്ടുവന്ന കരിനിയമങ്ങൾക്കെതിരെ, മോദിയുടെ നിരവധി ജനദ്രോഹ നടപടികൾക്കെതിരെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രധാന പ്രചാരകനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണോ എന്ന് അദ്ദേഹം മറന്നുപോയതുപോലെ പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രചരണ രംഗത്ത് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളെല്ലാം മോദി ഗവൺമെൻറ് പാസ്സാക്കിയ കരിനിയമത്തെക്കുറിച്ചായിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത എല്ലാ യോഗങ്ങളിലും പൗരത്വ നിയമത്തെക്കുറിച്ചാണ് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതും പറഞ്ഞതും എല്ലാം. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് നടന്ന യു ഡി എഫ് റാലിയിൽ, ഞാനും ആ റാലിയിൽ ഞങ്ങളൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം കേട്ടത്. അദ്ദേഹം പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞത്, ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാരുടെയും പിന്നിലാണ് മോഡിയും അന്വേഷണ ഏജൻസികളും. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആഫ്റ്റർ കെജ്രിവാൾ ആൻഡ് അതർ ചീഫ് മിനിസ്റ്റേഴ്സ്. അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ജയിലിലടയ്ക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് സ്പെയർ ചെയ്യുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യം അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ മുഖ്യമന്ത്രി നിരന്തരം എന്നെയാണ് വിമർശിക്കുന്നത്, എനിക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിന് കാരണം എന്താണ്? അദ്ദേഹം മോദിക്കെതിരായിട്ടൊന്നും പറയുന്നില്ലല്ലോ. മോദിയുടെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അധികം, മോഡി തന്നെ പറഞ്ഞു അഴിമതി ആരോപണങ്ങൾ, എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ സ്പെയർ ചെയ്തതെന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി അത് എത്ര ശക്തിയായിട്ടാണ് തിരിച്ചടിച്ചത്. രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞ മറുപടി, അദ്ദേഹം ഉപയോഗിച്ച ഭാഷ, അത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ആ മുഖ്യമന്ത്രിയുടെ പദപ്രയോഗത്തെ അപലപിച്ചെങ്കിലും ഞങ്ങളെക്കാളൊക്കെ ശക്തിയായിട്ട് മോഡി പറഞ്ഞു.